ഉമേഷ്, 8 ദിവസത്തിന് മുൻപേ തന്നെ കേരളത്തിൽ കാലവർഷം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മഴയുണ്ടായിരുന്നു, എന്നാൽ ഇന്ന് കാലവർഷം എത്തിച്ചേർന്നു എന്ന സ്ഥിരീകരണമാണ് നമുക്ക് ഉച്ചയോടെ ലഭിച്ചത്. വരും ദിവസങ്ങളിലും ശക്തമായ മഴ, ഇന്നും റെഡ് അലേർട്ടും ഓറഞ്ച് അലേർട്ടും ആ തരത്തിലേക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള മുന്നറിയിപ്പ് എങ്ങനെയാണ്? അത് മാറാനുള്ള സാധ്യതയുണ്ട്, പക്ഷെ നിലവിൽ ഏറ്റവും പുതിയ മുന്നറിയിപ്പ് എങ്ങനെയാണ്? അനുജ, ഇപ്പോൾ ഏറ്റവും പുതുതായി ലഭിച്ചിരിക്കുന്ന മുന്നറിയിപ്പ് നേരത്തെ പറഞ്ഞതുപോലെ 2 ജില്ലകളിൽ റെഡ് അലേർട്ട്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലേർട്ട്, മറ്റെല്ലാ ജില്ലകളിലും 12 ജില്ലകളിലും ഓറഞ്ച് അലേർട്ട്. റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ 24 മണിക്കൂറിൽ 204 മില്ലിമീറ്ററിന് മുകളിൽ മഴ ലഭിക്കും. മറ്റ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ 115 മില്ലിമീറ്റർ മുതൽ 204 മില്ലിമീറ്റർ വരെയുള്ള മഴയാണ് ലഭിക്കാൻ സാധ്യതയുള്ളത്. അത് കൂടാതെ മറ്റ് മുന്നറിയിപ്പുകളുണ്ട്. ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ട് എന്നാണ് ഒരു മുന്നറിയിപ്പ്. കൂടാതെ ശക്തമായ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. വിവിധ സ്ഥലങ്ങളിൽ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പും വന്നിരിക്കുന്നു. ഈ രീതിയിൽ അതീവ ജാഗ്രത വേണ്ട ദിവസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഇന്ന് ഉച്ചയോടുകൂടിയാണ് കാലവർഷം കേരളത്തിൽ എത്തി എന്നുള്ള അറിയിപ്പ് സ്ഥിരീകരണം ഉണ്ടാകുന്നത്. പക്ഷേ സ്ഥിരീകരണം ഉണ്ടാകുന്നതിന് ഇന്നലെ മുതൽ തന്നെ സംസ്ഥാനത്ത് ശക്തമായ മഴ ലഭിച്ചു കഴിഞ്ഞു. ഈ സ്ഥിരീകരണം ഉണ്ടായി തൊട്ട് പിന്നാലെ തന്നെ ഈ കാലവർഷക്കാറ്റ് ഇപ്പോൾ കർണാടക തീരം കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് വളരെ വേഗത്തിൽ കാലവർഷം ഇന്ത്യയിൽ തന്നെ വ്യാപിച്ചു തുടങ്ങിയിരിക്കുന്നു. ഒരുപക്ഷെ മുൻകാലങ്ങളിൽ കണ്ടതിനേക്കാൾ വേഗത്തിൽ സാധാരണ കാലവർഷം കേരളത്തിലെത്തി എന്നുള്ള പ്രഖ്യാപനം വന്ന് ഒന്നോ രണ്ടോ ദിവസത്തിന് ശേഷമെല്ലാം കർണാടക ഗോവ തീരങ്ങളിലൊക്കെ എത്താറുള്ളൂ. പക്ഷേ ഈ സാഹചര്യങ്ങൾ മാറി. ഇപ്പോൾ അനൗദ്യോഗികമായി ഗോവ തീരത്തേക്ക് വരെ കാലവർഷ സ്വാധീനം എത്തിക്കഴിഞ്ഞു. വടക്കൻ ജില്ലകളിലാണ് വരും ദിവസങ്ങളിലും കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടത്. ഇന്ന് റെഡ് അലേർട്ട്, നാളെയും റെഡ് അലേർട്ടാണ് വടക്കൻ ജില്ലകളിൽ 5 ജില്ലകളിൽ. മറ്റന്നാൾ കേരളത്തിൽ പൊതുവെ എല്ലാ ജില്ലകളിലും മഴ അതിശക്തമായി തന്നെ, അതിതീവ്ര മഴ തന്നെ തുടരാൻ സാധ്യതയുണ്ട്. എന്തായാലും കാലവർഷം തുടക്കത്തിൽ തന്നെ അതിശക്തമായി തന്നെ കേരളത്തിൽ ലഭിക്കുന്നു. അതും വിചാരിച്ചതിനേക്കാൾ നേരത്തെ തന്നെ കാലവർഷം എത്തിയിരിക്കുന്നു. അതിൻ്റെ ഒരു നേരത്തെ തന്നെ ഒരുപക്ഷെ കഴിഞ്ഞ 10 വർഷത്തിന് ഇടയ്ക്ക് ഏറ്റവും കൂടുതൽ വേനൽ മഴ ലഭിച്ച ഒരു കാലഘട്ടമാണ് നമുക്ക് ഈ കഴിഞ്ഞ് കടന്നുപോയത്. അതുകൊണ്ട് തന്നെ അപകട സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ള ഒരു സാധ്യതയുമുണ്ട്. കാരണം നമ്മുടെ മണ്ണ് എല്ലാം ഒരുപക്ഷെ സാച്ചുറേഷൻ, വെള്ളം നിറഞ്ഞ അതിൻ്റെ ഒരു സാച്ചുറേഷൻ പോയിന്റിലേക്ക് എത്താനുള്ള സാധ്യത ഈ വേനൽക്കാലത്ത് തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ്, അതിന് പിന്നാലെയാണ് ഈ മഴകൾ വരുന്നത്. അതുകൂടാതെയാണ് കഴിഞ്ഞ മുൻകാലങ്ങളിൽ നമുക്ക് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാക്കിയ മേഘവിസ്ഫോടനം പോലുള്ള ചെറിയ സമയത്തെ കൂടുതൽ മഴ, അത്തരം സാഹചര്യങ്ങൾ കൂടി മുന്നിൽ കാണണമെന്നുള്ള നിർദ്ദേശങ്ങൾ കാലാവസ്ഥാ വിദഗ്ധർ നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രത പാലിക്കേണ്ട ദിവസമാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് മഴ നേരിയ രീതിയിൽ മാറി നിൽക്കുന്നുണ്ട്. പക്ഷേ അത് സാഹചര്യം മാറും. രാത്രിയോടുകൂടി മഴ ഉണ്ടാകും എന്ന് തന്നെയാണ് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നത്. എന്തായാലും ചില മുൻകരുതലുകൾ കൂടി വളരെ വേഗത്തിൽ എടുക്കാൻ ഇപ്പോൾ ജില്ലാ കളക്ടറടക്കം നിർദ്ദേശം നൽകിയിരിക്കുന്നു. തിരുവനന്തപുരത്ത് ഇന്നലെ ഏറ്റവും കൂടുതൽ അപകടമുണ്ടായത് മരച്ചില്ലകൾ ഒടിഞ്ഞു വീണും മരം കടപുഴകി വീണുമെല്ലാം. എന്തായാലും അത്തരത്തിൽ സാഹചര്യമുള്ള സ്ഥലങ്ങളിലെല്ലാം മരങ്ങൾ വെട്ടിമാറ്റാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കർശന നിർദ്ദേശം ഇപ്പോൾ ജില്ലാ കളക്ടർ നൽകിയിട്ടുണ്ട്. തദ്ദേശ സ്ഥാപനത്തിൽ ഒരു വീട്ടു വളപ്പിലാണ് മരമുണ്ടെങ്കിൽ ആ വീട്ടുകാർ മരം വെട്ടാൻ തയ്യാറായില്ലെങ്കിൽ ആ തദ്ദേശ സ്ഥാപനങ്ങൾ വെട്ടണം എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ദുരന്ത വകുപ്പ് പ്രകാരമാണ് അത്തരം നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 5 മണിയോടുകൂടി തിരുവനന്തപുരം ജില്ലയുടെ അവലോകന യോഗം മന്ത്രി വി ശിവൻകുട്ടി വിളിച്ച അവലോകന യോഗം ചേരും. അനുജ, ശരി, അതാണ് ഏറ്റവും പുതിയ കാലാവസ്ഥ മുന്നറിയിപ്പ്, മഴ മുന്നറിയിപ്പ്.